സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കോടികൾ പൊടിച്ചു സംസ്ഥാന സർക്കാർ എന്ന് പരാതി. രണ്ടാം പിണറായി സർക്കാർ പരസ്യ ഹോർഡിങ്ങുകൾക്ക് മാത്രം ചെലവഴിച്ചത് കോടികൾ 6.5 കോടി രൂപയ്ക്കടുത്ത് വിവിധ ഏജൻസികൾക്കായി സംസ്ഥാന സർക്കാർ നൽകിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, പറയൂ വിശദാംശങ്ങൾ. എസ് കെ എന്തായാലും സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളായി. അത് എല്ലാം അങ്ങാടിപ്പാട്ടുകളാണ്. കാരണം ശമ്പളം കൊടുക്കാൻ പോലും പ്രതിസന്ധിയിലാണ്. പദ്ധതി വിഹിതം പോലും കൃത്യസമയത്ത് നൽകാനാവുന്നില്ല. അങ്ങനെ ഈ പദ്ധതികൾ പോലും കൃത്യസമയത്ത് നടപ്പിലാക്കാനാതെ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നടക്കുമ്പോഴൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങൾ, അതായത് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പരസ്യ ഹോർഡിങ്ങുകളിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ കാണിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിച്ചത് 6 കോടി രൂപയ്ക്ക് അടുത്ത് രൂപ എന്നാണ് വിവരാവകാശ രേഖ പുറത്തു വരുന്നത്. അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം 2021-22 സാമ്പത്തിക വർഷം മാത്രം 1,16,00,000 രൂപ പരസ്യ ഹോർഡിങ്ങുകളിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനായി ചെലവഴിച്ചു. അത് 14 സ്വകാര്യ കമ്പനികൾ വഴിയാണ് ഈ കരാറുകൾ നൽകിയത്. 2022-23 അത് 1,16,00,000 രൂപ തന്നെയാണ്. അപ്പോൾ സ്വകാര്യ കമ്പനികളുടെ എണ്ണം 22 ഉയർന്നു. 2023-24 വർഷങ്ങളിൽ 2,56,00,000 രൂപയാണ് ചെലവഴിച്ചത്. ഈ സാമ്പത്തിക വർഷം, അതായത് നടപ്പ് സാമ്പത്തിക വർഷം ഇപ്പോൾ 7 മാസങ്ങൾ പിന്നിടുമ്പോൾ 1,52,00,000 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അത് പല നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണ്. അത് KRail മുതൽ ക്ഷേമ പദ്ധതികൾ വരെയുള്ള നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് സർക്കാർ ഈ തുക ചെലവഴിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.